സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുകയാണെന്ന് 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ മഴ ശക്തമായി തുടരുകയാണ്. എറണാകുളത്ത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരും. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി മഴ മുന്നറിയിപ്പുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഷഹദിലേക്ക്. ഷഹദ്, കോഴിക്കോട് കാര്യമായി മഴ ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും എസ്കെൻ, കോഴിക്കോട് ജില്ലയിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴയാണ്. അതിന് ഇതുവരെ ശമനമില്ല. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചെറിയ രീതിയിലുള്ള മഴയാണ് ഉള്ളതെങ്കിൽ പോലും മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന മഴയാണ്. അതിന് ഇതുവരെ ശമനമില്ല എന്നുള്ളതാണ്. കോഴിക്കോട് നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ കോട്ടൂളി, അതുപോലെ തന്നെ മാനാഞ്ചിറ, അതായത് മിഠായി തെരുവിനും മാനാഞ്ചിറിനും ഇടയിലുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം നമ്മൾ അവിടെ പോവുകയും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചില അനിഷ്ട സംഭവങ്ങളുടെ വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് കോഴിക്കോട് ഇടിമിന്നലേറ്റ് 2 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു എന്ന വാർത്ത അല്പസമയം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ചേക്കാട് പഞ്ചായത്തിലെ കോയമ്പ്രം പാലത്താണ് ഇത്തരത്തിൽ നാശമുണ്ടായിട്ടുള്ളത്. തുണ്ടിയിൽ ശ്രീധരൻ, അതുപോലെ തന്നെ ശാന്ത എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഈ 2 വീടുകളുടെയും ഇലക്ട്രിക് വയറുകൾ കത്തി നശിച്ചു എന്ന കാര്യമാണ്, അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ ഈ വീടിന്റെ തറയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്ന വിവരവും ആ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ വീട്ടുകാർക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊയിലാണ്ടി ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞു എന്ന വാർത്തയും വരുന്നുണ്ട്. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികളെയും മറ്റ് വള്ളങ്ങളിലെ തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി എന്ന ഒരു ആശ്വാസകരമായ വാർത്തയും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഗരുഡ എന്ന വെള്ളമാണ് അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. സ്കാൻ എന്തായാലും മഴ തുടരുകയാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് മഴയുടെ അവസ്ഥ എന്താണെന്ന് അറിയാനും മഴ മുന്നറിയിപ്പുണ്ടെന്ന് അറിയാനും മേഘന മുരളി നമുക്കൊപ്പം ചെയ്തു. മേഘന, ഗുഡ് മോർണിംഗ്. മേഘന, അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ കുടയില്ലാത്തതുകൊണ്ട് മഴയില്ല എന്ന് മനസ്സിലായി. ഷഹദ് കുട കയറിയിട്ട് കുറേ മണിക്കൂറുകളായി. പറയും. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 1.5 മണിക്കൂറായി മഴ വിട്ടു നിൽക്കുകയാണ്. പക്ഷേ ഇന്നലെ ഉച്ച മുതൽ ശക്തമായ മഴ ഇവിടെ പെയ്യുന്നുണ്ട്. അതിൽ ഒരു കാലവർഷം എത്തിയ പ്രതീതിയൊക്കെ ഉണ്ടെങ്കിലും കാലവർഷം എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യമായി അറിയിക്കാനുള്ളത്. മെയ് 27 മുതലാണ് കേരളത്തിൽ കാലവർഷം എത്തുമെന്നുള്ളൊരു പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെതായിട്ടുള്ളത്. അതിൽ തെക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ മഴ വ്യാപിക്കാനുള്ളൊരു കാരണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. അത് ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെയ് 27 കാലവർഷം എത്തുമെന്നുള്ള പ്രവചനം അത് കുറച്ചുകൂടി നേരത്തെ, അതായത് നേരത്തെ തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഈ കാലവർഷത്തിന് മുന്നോടിയായാണ് ഇപ്പോൾ ഒരു വേനൽ മഴ എന്ന് പറയാവുന്ന ഒരു മഴ ഇപ്പോൾ കേരളത്തിൽ ശക്തമാകുന്നത്, വ്യാപിക്കുന്നത്. അതിൽ പ്രധാനമായും 12 ജില്ലകളിൽ ഇപ്പോൾ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ പ്രവചിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ പ്രവചിക്കുന്നത്. അതിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കനത്ത ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. ഈ കടലിൽ പോകുന്നവരും ഈ വിനോദസഞ്ചാരികളടക്കം ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാത്തവരും ഈ കടലിൽ പോകുന്നവരുമൊക്കെ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. എന്തായാലും കാലവർഷം എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ന്യൂനമർദ്ദ സാധ്യത അടക്കം കാലവർഷത്തെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കാലവർഷത്തിൽ എത്താവുന്ന അല്ലെങ്കിൽ കാലവർഷത്തിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള എല്ലാ ജാഗ്രതയും എല്ലാവരും പാലിക്കണമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടക്കം മഴ ഒന്ന് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും ഒരു മഴക്കാറടക്കമുണ്ട്. കുട പിടിക്കേണ്ട സാഹചര്യമില്ല, പക്ഷേ മഴക്കാറും മഴ പെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മേഘന മുരളി.